രാജ്യത്ത് ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി NIA. IS ഭീകരവാദത്തിന് കൂടുതൽ യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടു. 2023-ൽ 27 കേസുകളിലായി 79 പ്രതികളെ ശിക്ഷിച്ചു. 2024-ന്റെ ആദ്യ പകുതിയിൽ 6 കേസുകളിൽ 26 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? രജനി, കഴിഞ്ഞ ദിവസം ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിലാണ് രാജ്യത്ത് ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായും ഭീകരവാദ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ള വിവരം NIA പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം 2023-ൽ 27 കേസുകളിലായി 79 പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സാധിച്ചു. ചില കേസുകളിൽ ഇപ്പോഴും വിചാരണ തുടരുന്നുണ്ട്. 2024-ന്റെ ആദ്യ പകുതിയിൽ മാത്രം 6 കേസുകളിലായി 26 പ്രതികൾക്ക് ശിക്ഷ വിധിക്കപ്പെട്ടു. 2024-ലും നിരവധി കേസുകൾ വിചാരണ തുടരുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മൊഡ്യൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് IS ഭീകരവാദ സംഘടന രാജ്യത്തിനകത്ത് പ്രവർത്തനം ശക്തമാക്കിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ IS മൊഡ്യൂളുകൾ പൂർണ്ണമായും തകർക്കാനും ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനും ദേശീയ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചു എന്നുള്ളതാണ് NIA കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. NIA ഏറ്റെടുത്ത കേസുകളിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും വിചാരണ വളരെയധികം വേഗത്തിൽ പൂർത്തിയാക്കാനും സാധിക്കുന്നുണ്ട് എന്ന നിരീക്ഷണം കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും NIA രജിസ്റ്റർ ചെയ്ത കേസുകൾ പരിശോധിക്കുമ്പോൾ അത് കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി കേസുകൾ NIA രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരള, തമിഴ്നാട്, കർണാടക അതിർത്തികളിൽ IS ഭീകരവാദികളുടെ പ്രത്യേക മൊഡ്യൂൾ ഭീകരവാദ പരിശീലനം നടന്നു എന്ന നിഗമനവും നേരത്തെ NIA ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കാനായത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തന മികവും അല്ലെങ്കിൽ വിജയവുമായിട്ടാണ് അന്വേഷണ ഏജൻസി വിലയിരുത്തുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കാൻ സാധിച്ചത്. ഒപ്പം നിരവധി ഭീകരവാദികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ സാധിച്ചുവെന്നും ബീഹാറിലെ ഫുൽവാടി ഷെരീഫിൽ നടന്നിട്ടുള്ള ഭീകരവാദ പരിശീലന ക്യാമ്പാണ് ഈ അടുത്ത കാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭീകരവാദ പരിശീലന കേന്ദ്രം അല്ലെങ്കിൽ ഭീകരവാദ പരിശീലന ക്യാമ്പ് എന്നും അതിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി യുവാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവർത്തനത്തിന് മാറിയിട്ടുണ്ട്. അവർക്ക് പിറകെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതുമാണ് ദേശീയ അന്വേഷണ ഏജൻസി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ഭീകരവാദ സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ യുവാക്കൾ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതിന് വിവിധ കാരണങ്ങളുണ്ട്. വ്യാജ കറൻസിയും അല്ലെങ്കിൽ കള്ളപ്പണവും ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളെ സ്വാധീനിക്കുന്നു. ആശയത്തിന്റെ പേരിൽ അത്തരത്തിൽ യുവാക്കളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. അതിനെതിരെയുമുള്ള അന്വേഷണം മുൻപോട്ട് പോവുകയാണ് എന്നാണ് NIA വ്യക്തമാക്കിയത്. രാജ്യത്ത് ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി NIA റിപ്പോർട്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.